തശാഊ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅജ്മലു മിൻക അങ്ങേക്കാളും സൗന്ദര്യമുള്ള ഒരാളെ ലം തറഖത്തു ഐനി എൻ്റെ കണ്ണൊരിക്കൽ പോലും കണ്ടിട്ടില്ല. വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ അങ്ങേക്കാളും സൗന്ദര്യമുള്ള ഒരാളെ ഒരു ഉമ്മയും ലോകത്ത് പ്രസവിച്ചിട്ടുമില്ല. ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ മനുഷ്യന് വന്നേക്കാവുന്ന പ്രകൃതിപരമായ ശരീരത്തിലോ സ്വഭാവങ്ങളിലോ ഉള്ള ഒരു തകരാറ് പോലുമില്ലാതെയാണല്ലോ അല്ലാഹുവിന്റെ റസൂലേ അങ്ങയെ അല്ലാഹു പടച്ചിരിക്കുന്നത്. കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ എങ്ങനെ അങ്ങയെ പടക്കണമെന്ന് അങ്ങ് ആഗ്രഹിച്ചുവോ അങ്ങനെ തന്നെ അല്ലാഹു അങ്ങയെ അങ്ങ് പടച്ചു എന്നതുപോലെ ഉണ്ടല്ലോ ഹബീബേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. പക്ഷേ ഹദീസുൽ ഇഫ്ക് ഈ ഇഫ്ക് ആരോപണത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഏറ്റുപറച്ചിലിൽ അറിയാതെ പറഞ്ഞുപോയി. അങ്ങനെ പറഞ്ഞുപോയവരിൽ ഹംന ബിൻതു ജഹ്ഷ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ സഹോദരി പെട്ടുപോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇബ്നുൽ ഖാല ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ ഉമ്മയുടെ സഹോദരിയുടെ മകൻ മിസ്തഹ് ബിൻ ഉസാസ റളിയല്ലാഹു അൻഹു അതിൽ പെട്ടുപോയി. ഇവിടെ മിസ്തഹ് ബിൻ ഉസാസ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അഭേദ്യമായ ബന്ധമുള്ള ഒരാളാണ്. എങ്ങനെ? സ്വന്തം കസിനാണ്, ഉമ്മയുടെ സഹോദരീ പുത്രനാണ്. വളരെ മിസ്കീനായിരുന്നു മഹാനായ മിസ്തഹ് റളിയല്ലാഹു അൻഹു. വളരെ മിസ്കീനായിരുന്നു. ഒന്നുമില്ല, ഉണക്കറൊട്ടിയുടെ കഷ്ണങ്ങൾ എവിടെന്നെങ്കിലും കിട്ടിയാലായി അതുകൊണ്ട് ദിവസങ്ങളോളം വെള്ളത്തിൽ മുക്കി അത് കറി പോലെ കരുതി അങ്ങനെ ഒട്ടിയ റൊട്ടി കഷ്ണം വെള്ളത്തിൽ മുക്കി കഴിക്കുന്ന അത്രക്കും ദാരിദ്ര്യത്തിൽപ്പെട്ട മഹാനായ മിസ്തഹ് റളിയല്ലാഹു അൻഹു. കുടുംബവും അവരുടെ ഉമ്മയും ദാരിദ്ര്യത്തിലാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെങ്കിലോ ഉലുൽ ഫദ്ലി മിൻകും വസ്സഅഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യം നൽകിയ മഹാനായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അന്നേ കച്ചവടക്കാരനല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനുമായി വരുന്ന സമയത്തും ലോക പ്രശസ്തനായ അന്നത്തെ അറേബ്യയിലെ പ്രശസ്തരായ കച്ചവടക്കാരനാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോ അവരെയൊക്കെ നോക്കിപ്പോന്നിരുന്നത് ആരായിരുന്നു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മിസ്തഹ് ബിൻ ഉസാസ റളിയല്ലാഹു അൻഹു കുടുംബത്തിൽ അവർക്ക് വേണ്ട എല്ലാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കുക. അങ്ങനെ അവർ റാഹത്തിൽ കഴിഞ്ഞു പോരാ. അങ്ങനെ വന്നപ്പോഴാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ആയത്തിറങ്ങുന്നത്. ആയിഷത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം പറയുന്ന ആയത്തുകൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോ ഖദ്ഫ് പറഞ്ഞു പോയ ആളുകൾക്ക് മുഴുവനും 80 വീതം അടി എന്ന ശിക്ഷ നടപ്പാക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞപ്പോ അതിൽ മിസ്തഹ് റളിയല്ലാഹു അൻഹു ഉണ്ട്, മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഹംന ബിൻതു ജഹ്ഷ് എന്ന സ്വഹാബിയത്തായ പെണ്ണുമുണ്ട്, മറ്റു ചില ആളുകൾ വേറെയും മുനാഫിഖീങ്ങൾ. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു പോയി, മിസ്തഹ് ബിൻ ഉസാസ കഷ്ടപ്പാടിൽ ജീവിക്കുന്ന മിസ്തഹ് ബിൻ ഉസാസ റളിയല്ലാഹു അൻഹുവിനെ വർഷങ്ങളോളം പ്രയാസം എന്തെന്നറിയാതെ പോറ്റി വളർത്തിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ വേദനിപ്പിക്കില്ലേ? സ്വന്തം മകളെ കുറിച്ചത് പറയുമ്പോ സ്വന്തം ബന്ധുവായ അതിലേറെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഔദാര്യത്തിൽ ജീവിക്കുന്ന ഒരാൾ മഹാനായ സിദ്ദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട മകളും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടപ്പെട്ട അവിടുത്തെ ഭാര്യമാരിൽ ഒരാളുമായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പറയുന്നത്, ഹബീബായ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാൻ കഴിയോ? സിദ്ദീഖ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പ്രിയപ്പെട്ടവരാ. ഒന്ന് അല്ലാഹുവിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റേതോ സ്വന്തം മകളാണ്. ഇതിൽ പറഞ്ഞുപോയ പെട്ടുപോയ ആളോ സ്വന്തം ബന്ധക്കാരനാണ്, സ്വന്തം ഉമ്മയുടെ സഹോദരീ പുത്രൻ
മിസ്തഹ് ബിൻ ഉസാസ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സത്യം ചെയ്തു പറഞ്ഞു, ലാ ഉംഫിഖു അലാ മിസ്തഹിൻ അബദാ, ഇനി ഞാൻ മിസ്തഹ് എന്നവർക്ക് ഒന്നും ഞാൻ കൊടുക്കൂല. വിഷമം കൊണ്ട് പറഞ്ഞു പോയി, മിസ്തഹ് എന്നവരെ ഞാൻ ഇനി സഹായിക്കില്ല എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് അദിലായിരുന്നു. അതില് ഫള് എന്ന രണ്ട് വിഷയങ്ങളുണ്ടല്ലോ. തത്തുല്യമായി ഇങ്ങോട്ട് എന്താണോ അതിന് തത്തുല്യമായത് ഒരു കാര്യത്തിന് ശിക്ഷ നടപ്പാക്കപ്പെടുമ്പോ അത് അദിലാണ്. നേരെ മറിച്ച് ഒരു കുറ്റം ഒരാൾക്ക് മാപ്പ് ചെയ്തു കൊടുത്താൽ അത് ഫളാണ്, അത് ഔദാര്യമാണ്. നമ്മൾ ദുആരക്കേണ്ടത് അങ്ങനെയാണ്, അല്ലാഹുമ്മ ആമിൽനാ ബിഫളലിക് ലാ ബിഅദ്ലിക്. അല്ലാഹുവേ, നിന്റെ നീതി കൊണ്ട് നീ ഞങ്ങളോട് പെരുമാറില്ലേ പടച്ചവനെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചെയ്തു പോയ അമലിന് പകരം സ്വർഗം വാങ്ങാനൊന്നും ഞങ്ങളുടെ കയ്യിൽ അമലില്ല. അല്ലാഹ്, നീ ആമിൽനാ ബിഫളലിക്, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളോട് പെരുമാറണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആരക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പിതാവും സ്വാഭാവികമായ അവസ്ഥയിൽ അങ്ങനെ ചിന്തിച്ചു പോകും. ആരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? അത്തരത്തിലുള്ള ഒരു മഹാനായ ഒരു മനുഷ്യൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കണോ? ആയത്തിറങ്ങി, നസല ജിബ്രീലു അലൈഹിസ്സലാം. ഒരു ദിവസം പോലും മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഔദാര്യം മുറിഞ്ഞു പോകാതെ നിൽക്കത്തക്ക വിധത്തിൽ വഹി വന്നു. ഒരു സമയം കൊടുക്കാതെ ഒരു സമയം പോലും വന്നില്ല. അപ്പോഴേക്കും വഹി വന്നു, വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും വലാ യഅ്തലി. യഅ്തല എന്ന് പറയുന്ന പോലെ ഇഅ്തല എന്ന് പറഞ്ഞാൽ സത്യം ചെയ്തു പറയുക എന്നാണ് അതിനർത്ഥം. വലാ യഅ്തലി, വല്ലാഹി എന്ന് പറഞ്ഞ സത്യം ചെയ്തു പറയരുത്, തീരുമാനമെടുക്കരുത്. ആര്? ഉലുൽ ഫളി മിൻകും, നിങ്ങളിൽ ശ്രേഷ്ഠതയുള്ള ആളുകൾ. എത്ര ആളാ അവിടെ ഉള്ളത്? ഒറ്റ ആൾ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ അള്ളാഹുവിന്റെ പ്രയോഗമോ പ്ലൂറലാണ്. ഉലുൽ ഫളി മിൻകും, നിങ്ങളിൽ ഒരുപാട് മഹത്വമുള്ളവർ. ഇങ്ങനെ തീരുമാനിക്കരുത്. സഅത്ത് എന്ന് പറഞ്ഞാൽ വിശാലത എന്നാണ്. ജീവിതത്തിൽ അള്ളാഹു സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തവർ, അള്ളാഹു തആല സമ്പത്ത് കൊണ്ടോ സൗകര്യങ്ങളെ കൊണ്ടോ അനുഗ്രഹം ചെയ്തവർ, അത്തരക്കാർ ഒരിക്കലും സത്യം ചെയ്തു പോകരുത്. സ്വന്തം ബന്ധുക്കൾക്ക് ഇനി ഞാൻ കൊടുക്കൂല എന്ന് പറയരുത്. ബന്ധുക്കളെന്ന് മാത്രമല്ല, വൽ മസാകീൻ, മിസ്കീന്മാർക്ക് ഞാനിനി അയാൾക്കൊന്നും കൊടുക്കൂല, എന്നിൽ നിന്ന് ഒരു ചില്ലിക്കാശിന് അയാൾക്ക് പോകില്ല. അങ്ങനെയൊന്നും അല്ലാഹു തആല നിഅമത്ത് ചെയ്ത ആളുകൾ പറഞ്ഞു പോകരുത്. മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഹിജ്റ പോയ മഹാനാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. മുഹാജിരീങ്ങളായ ആളുകൾക്ക്, മിസ്കീന്മാർക്ക്, സ്വന്തം കുടുംബക്കാർക്കൊന്നും ഇനി ഞാനൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഒരാളും സത്യം ചെയ്യരുത്. സിദ്ദീഖ് എന്നവരെ നിങ്ങൾ സത്യം ചെയ്യരുത് എന്നാണ് അവിടെ ഉദ്ദേശം. പക്ഷേ അള്ളാഹു ഡയറക്റ്റ് ആയി പറഞ്ഞില്ല, തേർഡ് പേഴ്സൺ ആണ്. വലാ യഅ്തലി ഉലുൽ ഫളി മിൻ, നിങ്ങളിൽ സൗകര്യമുള്ളവരാരും ഇങ്ങനെ സത്യം ചെയ്ത് പറയരുത്, ഞാൻ എന്റെ ബന്ധുക്കൾക്ക് കൊടുക്കൂല, ഞാൻ എന്റെ കുടുംബക്കാർക്ക് ഇനിയൊന്നും കൊടുക്കില്ല എന്ന് സത്യം ചെയ്യല്ലേ. മുഫസ്സിരീങ്ങൾ പറയാ, എന്തിനാണ് ഉലുൽ ഫളി മിൻകും, നിങ്ങളിൽ അല്ലാഹു തആല ശ്രേഷ്ഠത കൊടുത്തവർ, നിങ്ങളിൽ ജീവിത സൗകര്യമുള്ളവർ എന്ന് ഒന്നിലേറെ ആളുകളെ സൂചിപ്പിക്കുന്ന പ്രയോഗം എന്തിനാണ്? സുബ്ഹാനല്ലാഹ്. അത് ശ്രേഷ്ഠത എന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിലേറെ വഴികളിലൂടെ സമ്മേളിച്ച മഹാനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ലൗ കുന്തു മുത്തഖിദൻ ഖലീലി ലത്തഖദതു ഖലീലി അബാ ബക്രിൻ വലാകിൻ ഉഖുവത്തുൻ ഫിൽ ഇസ്ലാം. സുബ്ഹാനല്ലാഹ്. ബിമഅനൽ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുവാണ് എന്റെ ഖലീൽ, എന്റെ കൂട്ടുകാരൻ അല്ലാഹുവാണ്. അല്ലാഹുവെ കൂടാതെ മറ്റൊരു ഖലീൽ, ഞാൻ ഒരു ഖലീലിനെ നിശ്ചയിക്കുമായിരുന്നുവെങ്കിൽ എന്റെ ഖലീൽ അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആകുമായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ദിവസവും സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും, സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ഏതൊരു ദിവസവും
അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ കഴിഞ്ഞതിൽ പിന്നെ ശ്രേഷ്ഠതയുള്ള ആളുകളിൽ സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോളം ശ്രേഷ്ഠമായ മറ്റൊരാളുമില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ മഹാനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു. എന്താണ് പറയേണ്ടത്? ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെ ഖൽബിലെ ഈമാനും കൊണ്ട് വടിച്ചെടുത്തിട്ട് ഒരു തുലാസിന്റെ ഒരു തട്ടിലും മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മറ്റിടത്തും കൊണ്ടുപോയി വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ കനന്നൂങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അതിനപ്പുറം നമുക്ക് എന്താ വേണ്ട? എല്ലാ നന്മകളും ഒരുമിച്ച് കൂടിയ മഹാനല്ലേ. അതുകൊണ്ട് അല്ലാഹു ഉലുൽ ഫദ്ലി, ശ്രേഷ്ഠതയുള്ളവർ, ഒരുപാട് ശ്രേഷ്ഠതയുള്ള മഹാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹ് ദുഇയ മിൻ അബ്വാബിൽ ജന്നഹ് ഹാദാ യാ അബ്ദല്ലാഹ് ഹാദാ ഖൈർ. മൻ അൻഫഖ സൗജൈനി, രണ്ടു ഇനം വസ്തുക്കൾ ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്താൽ, ദാനധർമ്മം ചെയ്താൽ, രണ്ട് തരമെന്ന് അന്ന് സ്വർണവും വെള്ളിയുമാണ്, ദീനാറും ദിർഹമുമാണ്. രണ്ടും വെള്ളി നാണയങ്ങൾ ദാനം ചെയ്യുന്നവരുണ്ട്, സ്വർണ്ണ നാണയം കൊടുക്കുന്നു. പക്ഷെ സ്വർണ്ണ നാണയങ്ങൾ വളരെ വിലപ്പെട്ടതല്ലേ. ഇത് രണ്ടും സ്വതക്ക ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്താൽ ദുഇയ മിൻ അബ്വാബിൽ ജന്നഹ്, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളിൽ നിന്ന് വിളി വരും. സ്വഹീഹുൽ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്. സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളിൽ നിന്ന് വിളിക്കും, യാ അബ്ദല്ലാഹ് ഹാദാ ഖൈർ, അല്ലാഹുവിന്റെ ദാസനെ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ, ഈ വാതിലാണ് നിങ്ങൾക്ക് ഖൈർ, ഇതിലെ പോരിൻ, ഇതിലെ വരിൻ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു സ്വതക്ക ചെയ്യുന്ന ആളുകളെ. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. فمن كان من أهل الصلاة دعي من باب الصلاة, നിസ്കാരം ധാരാളമായി നിലനിർത്തുന്ന ആളുകളാണെങ്കിൽ അവരെ അല്ലാഹുവിന്റെ മലക്കുകൾ മിൻ ബാബിസ് സ്വലാ, നിസ്കാരത്തിന്റെ വാതിൽ, അവിടെ തന്നെ സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകൾക്ക് പേരുകളുണ്ടല്ലോ. നിസ്കാരക്കാർക്ക് ഒരുപാട് സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകൾ, അവരെ വിളിക്കും മലക്കുകൾ, യാ അബ്ദല്ലാഹ് ഹാദാ ഖൈർ, ഇങ്ങോട്ട് വരിൻ, നിങ്ങൾക്ക് ഇതിലെ പോകാം എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ വിളിക്കും നിസ്കാരക്കാരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ومن كان من أهل الجهاد دعي من باب الجهاد, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് പോയ ആളുകളെ ജിഹാദിന്റെ വാതിലിലൂടെ അല്ലാഹുവിന്റെ മലക്കുകൾ വിളിച്ചു പറയും, ഇതിലെ വരിൻ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ അവരെ ആനയിക്കും. ومن كان من أهل الصدقة دعي من باب الصدقة, നേരത്തെ പറഞ്ഞ പോലെ സൗജൈൻ, 2 വിഭാഗം സമ്പത്തും കൊടുത്തു, അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ സ്വതക്ക ചെയ്തിട്ടുള്ള ആളാണ്. സ്വതക്കയുടെ കവാടത്തിൽ നിന്നും അവർക്ക് വിളി വരും, ദുഇയ മിൻ ബാബിസ് സ്വദഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തെ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. വമൻ കാന മിൻ അഹ്ലിസ് സിയാം, ധാരാളമായി സുന്നത്ത് നോമ്പ് നോൽക്കുന്ന ആളുകളാണെങ്കിൽ ദുഇയ മിൻ ബാബിസ് സിയാം വബാബിർ റയ്യാൻ, റയ്യാൻ എന്ന കവാടത്തിലൂടെയും നോമ്പുകാർക്ക് പ്രത്യേകമായിട്ടുള്ള മറ്റു കവാടങ്ങളിലൂടെയും അല്ലാഹുവിന്റെ മലക്കുകൾ അവരെ വിളിച്ചിങ്ങനെ ആനയിക്കും. ഇത് പറഞ്ഞപ്പോ ഫഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ അലാ ഹാദൽ ലദി യുദ്ആ മിൻ തിൽകൽ അബ്വാബ് മിൻ ദറൂറ, മാ അലാ ഹാദൽ ലദി യുദ്ആ മിൻ തിൽകൽ അബ്വാബ് മിൻ ദറൂറ. നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാളെ ഒരു വാതിലിലൂടെയാണ് വിളിക്കപ്പെടുന്നതെങ്കിൽ ഒരു പ്രയാസമില്ല, അയാൾക്ക് അതിലങ്ങോട്ട് പോയാൽ മതിയല്ലോ. പക്ഷേ യാ റസൂലല്ലാഹ് ഫഹൽ യുദ്ആ മിൻഹാ കുല്ലിഹാ അഹദുൻ യാ റസൂലല്ലാഹ്, ഈ എല്ലാ അമലുകളും ചെയ്ത ആളുകളോട് എല്ലാ മലക്കുകളും ഇതിലെ വരിൻ എന്ന് വിളിക്കുമോ നബിയേ? ഇതൊക്കെ ചെയ്ത ആൾക്കാരാവുമ്പോ എല്ലാ മലക്കുകളും വിളിക്കൂലേ, എല്ലാ വാതിലിന്റെ മലക്കുകളും വിളിക്കൂലേ, ഇതിലെ വരി, അപ്പൊ എന്താകും എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ ഏതെങ്കിലും ഒരു വാതിലിലൂടെ അങ്ങോട്ട് ചെന്ന് കിട്ടിയാൽ എന്ന് കൊതിച്ചു പോകുന്നവരാണ്. അള്ളാഹു നമുക്ക് അങ്ങോട്ട് എത്തിച്ചു തരുമാറാകട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ ഇങ്ങനെ എല്ലാ വാതിലേക്ക് കൂടെ അങ്ങോട്ട് വിളിച്ചാൽ എന്താവും എന്ന് ചോദിച്ചപ്പോ, അങ്ങനെ വിളിക്കപ്പെടുവോ നബിയെ എന്ന് ചോദിച്ചു. ഖാല നഅം, അങ്ങനെയുണ്ട്. ചില ആൾക്കാരെ എല്ലാ വാതിലിന്റെയും മലക്കുകൾ വന്ന് ആനയിച്ചു കൊണ്ടുപോകുന്നുണ്ട്, വരി എന്ന് പറഞ്ഞിട്ട്. നഅം വഅർജു അൻ തകൂന മിൻഹും യാ അബാ
അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ നിങ്ങൾ അങ്ങനെ വിളിക്കപ്പെടുന്ന ആളാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ചുള്ള അങ്ങനെയാണ്, സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഉറപ്പ്. പക്ഷെ എല്ലാ വാതിലിൽ നിന്നും ഇൻവിറ്റേഷൻ വരും, ഇങ്ങോട്ട് വരിക, എല്ലാ വാതിലൂടെയും കയറി ഇറങ്ങും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റവാഹുൽ ബുഖാരി വ മുസ്ലിം, സ്വഹീഹുൽ ബുഖാരി മുസ്ലിമും ഒത്തു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഇങ്ങനത്തെ ഒരു മഹാനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വഹീഹ് മുസ്ലിമിൽ ഒരു അത്ഭുതകരമായ ഹദീസ് ഉണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്. ആ ഹദീസ് ഇങ്ങനെയാണ്: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, നിങ്ങളിൽ ഇന്ന് സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഇന്ന് സുന്നത്ത് നോമ്പ് നോറ്റിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആരുമില്ല. ഫഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ ഇന്ന് നോമ്പുകാരനായിരുന്നു. തങ്ങൾ ഉടനെ ചോദിച്ചു, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്ന് ഒരു മയ്യിത്തിന്റെ ജനാസയിൽ സംബന്ധിച്ചിട്ടുള്ള ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടോ? ആരുമില്ല. അന യാ റസൂലല്ലാഹ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ നബിയെ ഇന്നൊരു ജനാസയുടെ ജനാസ അനുകരിച്ചിട്ടുണ്ട്. മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഒരു പാവപ്പെട്ട മിസ്കീനായ മനുഷ്യനെ ഇന്ന് ഭക്ഷിപ്പിച്ച ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടോ? ആരുമില്ല. അന യാ റസൂലല്ലാഹ്, ഞാൻ ഇന്നൊരു മിസ്കീനിന് ഭക്ഷണം കൊടുത്തു എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ നടന്നു. സുബഹി നിസ്കരിച്ച് വരുന്ന സമയത്ത് ഇതൊക്കെ അത്ഭുതകരമായ ഒരു സംഭവം നടന്നു. അങ്ങനെ നബി തങ്ങൾ ചോദിച്ചു, മൻ ആദ മിൻകുമുൽ യൗമ മരീള, ഇന്ന് ഒരു രോഗിയെ പോയി സന്ദർശിച്ച ആരെങ്കിലും ഉണ്ടോ? അന യാ റസൂലല്ലാഹ്, അതും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ പോയിട്ടുണ്ട് നബിയെ. രോഗിയെ സന്ദർശിച്ചു, മിസ്കീന് ഭക്ഷണം കൊടുത്തു, ജനാസയെ അനുഗമിച്ചു, നോമ്പ് നോൽക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നേരം പറഞ്ഞു, മജ്തമഅന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഈ ഗുണങ്ങൾ ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടിയാൽ ആ മനുഷ്യൻ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ആൾ തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭാഗ്യങ്ങൾ മുഴുവനും കിട്ടിയ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. തങ്ങൾ ചോദിച്ചു, അങ്ങനെയാണ് ചില നേരത്ത് തങ്ങൾ ചില ഇൻസ്റ്റന്റ് പ്രൈസുകൾ പ്രഖ്യാപിക്കും. അങ്ങനെയാണ് തങ്ങൾ ചോദിക്കുക, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പൊ ചില സഹാബികൾ ആണ് പറയും, നിങ്ങൾക്കത് കിട്ടി, പിന്നെ സമയം കഴിഞ്ഞിട്ട് പിന്നെ കിട്ടില്ല. ചില സമയങ്ങളിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ആ ഭാഗ്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശരിക്കും കിട്ടി. ഒരുപാട് സംഭവങ്ങളുണ്ട്. നന്മയിലേക്ക് ഇങ്ങനെ മുൻകടക്കുന്ന ഒരാൾ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമുക്കറിയാമല്ലോ. എന്നും വിചാരിക്കും അവർ ഇത്തവണയെങ്കിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്തള്ളണമെന്ന്. അങ്ങനെയാണല്ലോ സ്വതക്കയുടെ വിഷയം വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു സമ്പത്തിന്റെ പകുതി സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സിദ്ദീഖ് എന്നവരെ നിങ്ങൾ എന്താ കൊണ്ടുവന്നത്? ഞാൻ എല്ലാം കൊണ്ടുവന്നു നബിയെ. എന്താ വീട്ടുകാർക്ക് ബാക്കി വെച്ചത്? അല്ലാഹും റസൂലും മാത്രം ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ ഞാൻ കൊണ്ടുവന്നു. അങ്ങനെ ഒരാൾക്ക് സ്വതക്ക ചെയ്യാൻ പറ്റുമോ? ഫിഖ് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ അവന്റെ ശരീരത്തിന്റെ ഇൻഫാഖ് ചെയ്യാനുള്ളത് ബാക്കി വെച്ചിട്ട് സ്വതക്ക ചെയ്താൽ മതി. പക്ഷേ തസവൂഫ് പറയും, ചെയ്തോ, തവക്കൽ അലല്ലാഹ്. ഇതാണ് വ്യത്യാസം. അങ്ങനെ വേണോ? ചെയ്യണം എന്നല്ല, ഓപ്ഷണൽ. വേണമെങ്കിൽ നീ ചെയ്തോ, പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എല്ലാം കൊണ്ടുവന്നു കൊടുത്തു, ഒന്നും ബാക്കിയില്ല. അങ്ങനത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാനിരിക്കുമ്പോൾ തങ്ങൾ പോലും പറഞ്ഞു പോയി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എന്റെ ശേഷം എന്റെ ഒരു പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ച് എഴുതി വെക്കണമെന്ന് ഞാൻ കൊതിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. അങ്ങനെ വന്നാൽ തങ്ങൾ പറഞ്ഞതുകൊണ്ട് നമുക്ക് സിദ്ദീഖ് തങ്ങൾ പിൻഗാമിയാകട്ടെ എന്ന് വരില്ലേ? അത് വേണ്ട. തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേണ്ട എന്ന് അല്ലാഹു പറയുമോ? മുഅ്മിനീങ്ങൾ പറയുമോ? എഴുതി വെക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മഹദി നബി തങ്ങളോട് വന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ, എനിക്ക് ചില കാര്യങ്ങൾ അങ്ങയോട് ചോദിക്കാനുണ്ട്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പിന്നെ വരി എന്ന് പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പിന്നെ വരുമ്പോ അങ്ങയെ കണ്ടില്ലെങ്കിലോ?
അവരുദ്ദേശിച്ചത് അങ്ങ് വഫാത്തായി പോയാൽ അങ്ങയുടെ കാലശേഷം ഞാൻ എങ്ങനെ സമീപിക്കും? എന്റെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് നിങ്ങൾ പോയാൽ മതി. അങ്ങനെ വളരെ മനോഹരമാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. അങ്ങനെയാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ചെറിയ പണക്കം, കൂട്ടുകാരല്ലേ, സമപ്രായക്കാരല്ലേ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഉമർ തങ്ങളെ എനിക്ക് മാപ്പാക്കി തരണം, ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കൂട്ടാക്കിയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സങ്കടം വന്നു. എങ്ങോട്ട് പോകും? അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സിദ്ദീഖ് എന്നവരെ എന്തെങ്കിലും പോകുന്നത്? വിവരം പറഞ്ഞു, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഉമർ തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു മാപ്പാക്കി തരാൻ, പക്ഷേ അവര് കൂട്ടാക്കിയില്ല, പിണങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പിന്നെ തങ്ങളുടെ അടുത്തേക്കാണ് പോന്നു. അങ്ങനെ ഇരിക്കുമ്പോ അപ്പൊ ഉമർ തങ്ങൾക്ക് അപ്പോഴേക്കും മനം മാറ്റം വന്നു. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു നേരെ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിൽ പോയി. അസമ്മ അബൂബക്കർ തങ്ങൾ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ വീട്ടുകാർ പറഞ്ഞു ഇല്ല. ഉമർ തങ്ങളും പോന്നു, ഞാൻ എന്നാ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം കണ്ട് ചോക്കാൻ തുടങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹു പേടി തോന്നി, പടച്ചോനെ എന്തെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന് വിഷമണ്ടായ ഒരു വാക്ക് വന്നു പോകുമോ? അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കാലിൽ മുട്ടുകുത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയേ, ഞാനാണ് അതിക്രമം പ്രവർത്തിച്ചത് നബിയേ, എന്റെ പക്കലാണ് തെറ്റ് നബിയേ, എന്റെ പക്കലാണ് തെറ്റെന്ന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. പ്രശ്നം സോൾവ് ആയി. അവിടെ ഒരു ഈഗോ പ്രശ്നമില്ല. അങ്ങോട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ വളരെ ട്രാൻസ്പാരന്റ് ആണ്. നബിയേ, ഞാനാണ് കുറ്റം ചെയ്തത് കേട്ടോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിരപരാധിയാണ് എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെ നിങ്ങൾക്ക് വേദനിപ്പിക്കാൻ കഴിയും? ഞാൻ ദീനുമായി വന്നപ്പോ നിങ്ങളൊക്കെ പറഞ്ഞില്ലേ കദബ്ത, നിങ്ങൾ പറയുന്നത് നുണയാണ് എന്ന്. എന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് സദഖത, നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് ജനങ്ങളിൽ ആദ്യമായി എന്നെ വിശ്വസിച്ചത് എന്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ കഴിഞ്ഞാൽ പിന്നെ എന്നെ ആദ്യം വിശ്വസിച്ചത് എന്റെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ. അങ്ങനത്തെ സിദ്ദീഖ് എന്നവരെ എങ്ങനെ നിങ്ങൾക്ക് വേദനിപ്പിക്കാൻ കഴിയുന്നു തങ്ങൾ ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ഒരു വല്ലാത്ത മഹാനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഉഹദ് മലയുടെ മുകളിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇവർ 4 മഹാന്മാർ ഉഹദ് മലയുടെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുന്ന സമയത്ത് ഫറജിഫ, പർവ്വതത്തിന്റെ ഒരു ഇളക്കങ്ങനെ, ഒരു ഭൂചലനം പോലെ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ കേൾക്കുന്നല്ലേ. അല്ലാഹു എല്ലാ വിപത്തുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലായിടത്തും എല്ലാ വിപത്തുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. നാട്ടിലും ഇവിടെയൊക്കെ അല്ലാഹു എല്ലാ ഫിത്നകളിൽ നിന്നും കാക്കുമാറാകട്ടെ. പർവ്വതത്തിനൊരു ചലനം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇഹ്ദ യാ ഉഹദ്, ഉഹദേ, ഉഹദ് പർവ്വതമേ ശാന്തമായിട്ടിരിക്കിൻ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് പർവ്വതം ഒരു ജീവനുള്ള സാധനമാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. അത് സെന്റിമെന്റ്സുകൾ ഉള്ളതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉംറക്കൊക്കെ പോയി വരുന്ന ആളുകൾ, ഇനി ഉംറക്ക് പോകാനിരിക്കുന്ന ആളുകൾ അവിടെ ചെന്നിട്ട് ഇത് അനുഭവിക്കണം. ഉഹദ് മല എന്ന് പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ നിന്ന് നോക്കിയാൽ, ബാബു ഫഹദിലൂടെ അങ്ങോട്ട് നോക്കിയ നേരെ ആ റോഡിന്റെ വിടവിലൂടെ നേരെ കാണുന്ന ആ പർവ്വതം. ഉഹദുൻ യുഹിബ്ബുനാ വനുഹിബ്ബു, ഉഹദ് മലയോട് നമുക്ക് ഇഷ്ടമാണ്, ഉഹദിന് നമ്മളോടും ഇഷ്ടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ സ്നേഹിക്കുന്ന പർവ്വതമാണ് ഉഹദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനോട് ഇഷ്ടമായിരുന്നു. ഇരിക്കട്ടെ, ഇതൊക്കെ മറ്റു പല ഭാഗങ്ങളും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഹദീസാണ്. തങ്ങൾ ഇരിക്കുമ്പോൾ തങ്ങൾ പറഞ്ഞു, ഇഹ്ദാ ഉഹദേ, അനങ്ങല്ലേ, ഫഇന്നമാ അലൈക, നിന്റെ മേൽ കയറി നിൽക്കുന്നത് നബിയുൻ, ഒന്ന് അല്ലാഹുവിന്റെ നബിയാൻ, വസിദ്ദീഖ്, പിന്നെ ഏറ്റവും സത്യസന്ധനായ കൂട്ടുകാരൻ, വശഹീദാൻ, പിന്നെ 2 ശുഹദാക്കളുമാണ് ഈ കൂടെ നിൽക്കുന്നത് ഉഹദേ, അതുകൊണ്ട് അനങ്ങല്ലേ എന്ന് പറഞ്ഞു. ഫസകത, അങ്ങനെ ഉഹദ് പർവ്വതം ശാന്തമായി നിന്നു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് മറ്റൊരു വലിയ സംഭവം.
അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയം തങ്ങൾ പറയാൻ, ഇത് അള്ളാഹുവിന്റെ നബിയാണ്, എന്റെ കൂടെയുള്ളത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ മറ്റു രണ്ടുപേർ ഷഹീദുകളാകാൻ പോകുന്ന ആളുകളാണ്. ആര്? ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. രണ്ടുപേരും ശുഹദാക്കളല്ലേ, ശത്രുക്കളാൽ വധിക്കപ്പെട്ടവരല്ലേ. ആ സംഭവം കാലേ കൂട്ടി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉഹദ് മലയുടെ മുകളിൽ വെച്ച്. തങ്ങൾ നാമകരണം ചെയ്തതാണ് സിദ്ദീഖ് എന്ന വാക്ക്. ബഹുമാനപ്പെട്ടവരുടെ പേരെന്താണ്? അബൂബക്കർ എന്നത് കുഞ്ഞത്ത് ആലം എന്ന് പറയും, കുഞ്ഞത്ത് പേരാണ്. ശരിയായ പേര് അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ എന്നാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര്. അബ്ദുല്ലാ എന്നാണ് ശരിയായ, പക്ഷേ പ്രശസ്തി കൊണ്ട് അബൂബക്കറിന് സിദ്ദീഖ് അല്ലെങ്കിൽ അതീഖ് എന്നൊക്കെ ബഹുമാനപ്പെട്ടവർക്ക് പേരുണ്ട്. ഉസ്മാൻ എന്ന അവരുടെ ഉപ്പ അബൂ ഖുഹാഫ എന്നവരുടെ പേരാണ് ഉസ്മാൻ. ശരിക്കുള്ള പേര് അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ. അവരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തങ്ങൾ പേരിട്ടതാണ് സിദ്ദീഖ്. സത്യസന്ധത പാലിച്ചവർ, സത്യമാക്കിയവർ. ഇസ്രാഇന്റെ സംഭവം കഴിഞ്ഞിട്ട് വന്നതാണ്. അങ്ങനെ വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടുമുട്ടിയ മുഴുവൻ ആളുകളോടും പറഞ്ഞു, ഇന്നലെ എനിക്ക് യാത്രയുണ്ടായി, ഞാൻ ഇങ്ങനെയൊക്കെ പോയി വന്നു. ആളുകൾ പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഓടിച്ചെന്ന് ചില ആളുകളൊക്കെ പറഞ്ഞു, കണ്ടില്ലേ നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങൾ പറഞ്ഞില്ലേ ആദ്യമേ അവർക്ക് എന്തോ ഭ്രാന്തുണ്ട് എന്ന്, ഇപ്പൊ പറയുന്നു ഇങ്ങനെയൊക്കെ ആകാശലോകത്ത് പോയി വന്നു പോലെന്ന്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല. ഇതിന്റെ മുമ്പാണ് സംഭവം. ബഹുമാനപ്പെട്ടവർ ഒറ്റ ചോദ്യം, അവഖദ് ഖാൽ, എന്റെ ഹബീബ് നിങ്ങളോട് അങ്ങനെ പറഞ്ഞോ, ഇങ്ങനെയൊക്കെ പോയിന്ന്? പറഞ്ഞു. സദ്ദഖ്തുഹു, ഞാൻ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ജീവിത ശുദ്ധിയൂടെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഒരു മനുഷ്യന്റെ എന്തെങ്കിലും ഷോർട്ട് കമ്മിങ്സ്, ഒരു മനുഷ്യന്റെ വീക്ക്നെസ് ഏറ്റവും കൂടുതൽ അറിയാ ഒന്ന് അയാളുടെ ഭാര്യ, പിന്നെ അയാളുടെ അടുത്ത കൂട്ടുകാർ. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളെ ആദ്യം വിശ്വസിച്ചതാരാ? ഇവരാണ്. ഒന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മറ്റേത് ഖദീജ റളിയല്ലാഹു അൻഹ. അതാണ് ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. അതാണല്ലോ നാട്ടുകാർക്കും നാട്ടിലൊക്കെ പ്രശസ്തരും വേണ്ടപ്പെട്ട ആളുകളൊക്കെ വീടുകളിൽ, സ്വന്തം വീട്ടിൽ ഭാര്യന്റെ അടുത്ത് പുല്ല് വിലല്ലാത്ത ആളുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ അവന്റെ അടുത്ത് പരിചയമുള്ള ആളുകൾ ഒക്കെ നമുക്കറിയില്ലേ എന്ന് പറയുന്ന ആളുകൾ. എന്താ? ആ ജീവിത ശുദ്ധിയെ ജഡ്ജ് ചെയ്യാൻ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചോളം സിദ്ദീഖ് തങ്ങളല്ലേ ആദ്യം പറയുന്നത്, അങ്ങ് റസൂലാ, സദ്ദഖ്തു വ ആമൻത്, ഞാനത് വിശ്വസിച്ചു നബിയെ, ഞാൻ വിശ്വസിച്ചു. ഇതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വേറെ ഒരു തെളിവും വേണ്ട. എന്തുകൊണ്ട്? തങ്ങളുടെ വ്യക്തിത്വം മനസ്സിലാക്കിയ മഹാനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ, നിങ്ങളിൽ ശ്രേഷ്ഠതയുള്ള ആളുകൾ, വസ്സഅതി, അല്ലാഹു ജീവിത സൗകര്യങ്ങൾ നൽകിയിട്ടുള്ള ആളുകളും ഒരിക്കലും തന്നെ സത്യം ചെയ്തു പറയരുത്. أولي القربى والمساكين والمهاجرين في سبيل الله. മിസ്തഹ് ബിൻ ഉസാസ റളിയല്ലാഹു അൻഹുവിനെ പോലെ അവിടുത്തെ കുടുംബക്കാരായവർ, മിസ്കീന്മാരായവർ, മുഹാജിരീങ്ങളുമായ ആളുകൾക്ക് ഇനി ഞാൻ ഒന്നും കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു പോകല്ലേ, പറഞ്ഞു പോക, അങ്ങനെ പറഞ്ഞു പോകരുത്. അല്ലാഹു തആല ചോദിക്കുന്നു, വൽയഅഫു വൽയസ്ഫഹു, മാപ്പാക്കി കൊടുക്കിൻ, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കിൻ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു തആല പുറത്തു തരുന്നവനാണ്, അല്ലാഹു റഹീമാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ മാപ്പാക്കി നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്കൊക്കെ വിട്ടുവീഴ്ച ചെയ്യുമാറാകട്ടെ. ഇവിടെ ഒരു പാഠം എന്ന് പറയുന്നത്, നമൂദജുൽ ലിമൻ യുൻകിറുൽ ജമീൽ, ഒരു മനുഷ്യൻ ഒരാൾക്ക് നന്മ ചെയ്താൽ ആ നന്മ എടുത്തു പറയണം. നമ്മളത്, ആ നന്മ ലഭിച്ച ആൾ, അത് ചെയ്ത ആളോട് അതിന്റെ നന്ദി കാണിക്കണം. അത് ശുക്റുൻ നിഅമ. മനുഷ്യരോട് നന്ദി ചെയ്യാത്ത ആൾ അല്ലാഹുവിന് നന്ദി ചെയ്യുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ലം യശ്കുരിൻ നാസ് ലം യശ്കുരില്ലാ. ജനങ്ങൾക്ക് നന്ദി പറയാത്ത വളരെ നിസ്സാര, നമ്മളൊക്കെ ഒരു താങ്ക്സ് എന്ന് പറയില്ല, ഏതൊരു താങ്ക്സ്, ഒരു താങ്ക് യു ആട്ടെ, ആ ഭാഷ തിരിയുന്ന ആളോട് അങ്ങനെ. അല്ലെങ്കിൽ ഒരു മുഅ്മിനായ ആളുകൾ പറയും, എന്ത് പറയാ, ജസാക്കല്ലാഹു ഖൈറ.
ജസാക്കല്ലാഹു ഖൈറ എന്ന് പറഞ്ഞ ഒരു നന്മക്ക് ഒരാൾ ചെയ്തെന്നാൽ ആ നന്മക്ക് ഒരാൾക്ക് ദുനിയാവിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന പ്രതിഫലം ഈ വാക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജസാക്കല്ലാഹു ഖൈറ, അല്ലാഹു നിങ്ങൾക്ക് ഖൈറായി ഗുണം ചെയ്യട്ടെ, ഇത് പറയണമെന്നാണ്. ഏത് നിസ്സാര സംഗതിക്കും ആ ആളുകളോട് നന്ദി പറയണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഹദീസ് മനസ്സിലാക്കി പോന്നിട്ടുണ്ട്. രണ്ട് കാര്യം ഓർക്കണമെന്നും രണ്ടെണ്ണം മറക്കണമെന്നും തങ്ങൾ പറഞ്ഞതിൽ ഓർക്കാൻ പറഞ്ഞ രണ്ട് അള്ളാഹുവിനെയും മരണത്തെയും അല്ലെ. മറക്കാൻ പറഞ്ഞത് എന്താ? ഇങ്ങോട്ട് എന്തൊക്കെ ദുൽമ ആളുകൾ ചെയ്തിട്ടുണ്ടോ അത് മറക്കുക, നമ്മൾ എന്തൊക്കെ നന്മ അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടോ അത് മറക്കുക. പക്ഷെ ഓർക്കണമെന്ന് അള്ളാഹു പറയുന്നത് എന്താ? നമുക്കൊരാൾ ചെയ്ത നന്മ നമ്മളത് ഓർക്കണം, അത് മറക്കരുത്. ഇവിടെ മിസ്തഹ് ബിൻ ഉസാസ റളിയല്ലാഹു അൻഹുവിന് സംഭവിച്ച ഒരു തകരാറ് ഇതാണ്. അൻഖറൽ ജമീൽ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇക്കാലമത്രയും ചെയ്തുകൊണ്ടിരുന്ന ആ നന്മയെ മാനിച്ച് താനത് പറയരുതല്ലോ എന്ന് ചിന്തിക്കണമായിരുന്നു. അത് ചെയ്തില്ല. അങ്ങനെ വന്നാൽ എന്താണ് തിരിച്ചു ചെയ്യേണ്ടത്? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരു ഖാനൂൻ, ഒരു നിയമം അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ലിഅന്നല്ലദീ യഅസില്ലാഹ ഫീക ലാ തുകാഫിഉഹു ഇല്ലാ ബിഅൻ തുതീഅ അല്ലാഹ ഫീഹി. ഇതൊരു മസ്അലയാണ്. ഇത് ഇവിടത്തെ ഒരു നിയമമാണ്. ലിഅന്നല്ലദീ, ഒരു മനുഷ്യൻ യഅസില്ലാഹ ഫീക, നിന്റെ വിഷയത്തിൽ അല്ലാഹുവിനെ അനുസരിക്കാത്ത ആൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയാൾക്ക് ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഈ പ്രവാസ ജീവിതത്തിൽ ഗൾഫിലൊക്കെ പ്രത്യേകിച്ചും ഒരുപാട് ആളുകളുടെ ഉപകാരത്തിലല്ലേ നമ്മളൊക്കെ ഇവിടെ നിലനിന്ന് പോരുന്നത്, അല്ലെങ്കിൽ ഇവിടെ ജോലി കിട്ടുന്നത്, ഇവിടെ നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ റഹ്മത്തൊക്കെ ഉണ്ടായത് എന്തുകൊണ്ട്? ഒരുപാട് ആളുകളുടെ സുമനസ്സുകളായ ആളുകളുടെ ഉപകാരങ്ങളെ കൊണ്ടല്ലേ? തീർച്ചയല്ലേ? നമുക്കൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല. വന്ന സമയം നമ്മെ സഹായിച്ചവർ, ഇപ്പൊ സഹായിക്കുന്നവർ, നമ്മളോട് ബന്ധപ്പെടുന്നവർ, ഒന്ന് സലാം പറയുന്നവർ, വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതൊക്കെ നന്മകളല്ലേ? അതിന് നമ്മൾ ഒരു പിശുക്കും കാണിക്കരുത്. പക്ഷേ ഏതെങ്കിലും ഒരാൾ നമ്മെ ആ വിഷയത്തിൽ നമ്മോട് എതിര് ചെയ്തു. എങ്ങനെ? അള്ളാഹുവിനോട് എതിര് ചെയ്തു. ഫീക, നിങ്ങളോട് കാണിക്കേണ്ട വിഷയത്തിൽ അള്ളാഹിനോട് എതിര് ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമം നന്ദി ചെയ്യണമെന്നാണ്. പക്ഷെ ആ ആൾ നിങ്ങൾക്ക് നന്ദികേട് ചെയ്തു എങ്കിൽ അതിനെ എങ്ങനെ പ്രതികരിക്കണം? അതിന്റെ മുകാഫഅ, അതിന് കുഫ്ർ ചെയ്യാന്ന് പറഞ്ഞാൽ ബിഅൻ തുതി അല്ലാഹ ഫീ, അയാളുടെ വിഷയത്തിൽ അള്ളാഹു നിങ്ങളോട് എന്താ ചെയ്യാൻ പറഞ്ഞത് അത് അങ്ങോട്ട് ചെയ്തു കൊടുക്കലാണ്. നമ്മുടെ വിഷയത്തിൽ അള്ളാഹു എന്ത് ചെയ്യാൻ പറഞ്ഞോ അത് അയാൾ കേട്ടിട്ടില്ല. ആ മനുഷ്യനോട് നമ്മൾ ചെയ്യുന്ന പ്രതികാരം അയാളുടെ വിഷയത്തിൽ അള്ളാഹ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞു അത് ചെയ്യുക. എന്താ അള്ളാഹു പറഞ്ഞത്? വൽയഅഫു വൽയസ്ഫഹു, മാപ്പാക്കി കൊടുക്കുക. വൽയസ്ഫഹു, അത് മറന്നു കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സുബ്ഹാനല്ലാഹ്. ഖുർആൻ ഏതൊരു മനുഷ്യന്റെയും സ്വഭാവത്തെ കടഞ്ഞെടുക്കുകയാണ്. ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാവും. എങ്ങനെയാ പ്രതികരിക്കേണ്ടത്, എങ്ങനെയാ ഒരാളോട് തിരിച്ചു കാണിക്കേണ്ടത്, ഒരാൾ ഇങ്ങോട്ട് ചെയ്യുന്ന ഉപദ്രവത്തെ എങ്ങനെ നേരിടണം, ഇതിനൊക്കെ ഒരുപാട് സ്റ്റെപ്പുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇവിടെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും മനോഹരം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ മാഇദ, ഫഅഫു അൻഹും വസ്ഫഹ്, നബിയേ അവർക്ക് നിങ്ങൾ അഫ്വ് ചെയ്തു കൊടുക്കിൻ, വസ്ഫഹ് അവർക്ക് സഫഹ് ചെയ്തു കൊടുക്കിൻ. എന്താ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് മാപ്പാക്കി കൊടുക്കലാണ്. മാപ്പാക്ക് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തിന്മ ചെയ്താൽ അതിന് ശിക്ഷ അർഹിക്കുന്നു, ആ ശിക്ഷ നമ്മൾ വേണ്ടാന്ന് വെച്ചു. ഇത് അഫ്വാണ്. ഇതാണ് അഫു. അല്ലാഹുവേ ഞങ്ങൾക്ക് അഫു ചെയ്യണേ. റമളാനിൽ ദുആ ഇരക്കൂലേ, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അത് ഇപ്പോഴൊക്കെ പറയാൻ പറ്റുന്ന ദിക്ർ തന്നെയാണ്. അതിപ്പോഴും പറയാ, എപ്പോഴും പറയാ. പക്ഷെ റമളാനിന്റെ അവസാനത്തെ പത്തിൽ പ്രത്യേകിച്ച് പറയണമെന്നാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവൻ, നീ മാപ്പ് തരുന്നവനല്ലേ പടച്ചവനെ. എന്തുകൊണ്ട്? ഞാൻ ശിക്ഷ അർഹിക്കുന്നുണ്ട്, പക്ഷെ നീ മാപ്പ് തരും. ഞാൻ അർഹിക്കുന്നത് നീ ഒഴിവാക്കി തരാണ്. അത് അഫ്വാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് അഫ്വ്. സഫഹ് എന്ന് പറഞ്ഞാൽ വൽ യസ്ഫഹു എന്ന് പറഞ്ഞാൽ, സഫഹ എന്ന് പറഞ്ഞാൽ മുഖം, ആ വിഷയം ഒരാൾ മാപ്പ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക. ഈ മാപ്പ് ചെയ്ത വിഷയം പിന്നീട് ഒരിക്കലും പ്രതിപാദിക്കാതിരിക്കുക. അപ്പോഴാണ് സഫഹ് ചെയ്തു എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ മഹാന്മാർ പറയും അൽ അഫ്വു അശദ്ദു മിനൽ ഉഖൂബ എന്ന് പറയും. മാപ്പ് ചെയ്യലാണ് ശിക്ഷ കിട്ടുന്നതിനേക്കാളും
പ്രയാസം എന്ന് ഒരു പ്രോവർബുണ്ട്, അങ്ങനെയുണ്ട്. ശിക്ഷ കിട്ടുകയാണെങ്കിൽ അത് കിട്ടിപ്പോഴിഞ്ഞാൽ അതും നിർത്തിയേനെ. ഇത് മാപ്പ് ചെയ്തപ്പോ അയാള് പിന്നെ എപ്പോഴും അതാ പറയാ, അന്ന് നീ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അന്ന് നീ ഇത് ചെയ്തില്ലേ. പടച്ചോനെ, ഈ പറച്ചില് കേൾക്കാതെ അന്ന് അതിന്റെ എന്താണോ ശിക്ഷ അതങ്ങടെ ഏറ്റുവാങ്ങിയാൽ ഈ മാപ്പിന്റെ ശിക്ഷ എനിക്ക് ഉണ്ടാവില്ലായിരുന്നല്ലോ. അങ്ങനെ ഉണ്ടാകും. ആൾക്കാരിങ്ങനെ പറയില്ലേ, നീ വന്നപ്പോ നിനക്ക് ബെഡ് സ്പേസ് തന്നത് ഞാനല്ലേ, ഹോട്ടലിൽ ഏൽപ്പിച്ചെന്നില്ലേ, മെസ്സ് അല്ലേ, നിനക്ക് ഞാനല്ലേ കടക്കാനൊരു സ്ഥലം നിന്നെ ഞാനല്ലേ ഇന്റർവ്യൂക്ക് കൊണ്ട്, നിന്റെ CV ഞാനല്ലേ ടൈപ്പ് ചെയ്തെന്നത്. ഇതൊന്നും പറയണ്ട, ഇതൊന്നും നമ്മൾ പറയരുത്. കിട്ടിയ ആളുകൾ, ചെയ്ത ആളുകളെ ആ നന്മയോടുകൂടെ ഓർക്കണം. അങ്ങോട്ട് ചെയ്തത് ഈ പറയൽ, നിനക്ക് മാപ്പ് ചെയ്ത് തരിക. മാപ്പ് ചെയ്യൽ പല വിഷയം, എന്തെല്ലാം വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന, എന്തെല്ലാം പ്രശ്നങ്ങൾ. ഞാൻ മാപ്പാക്കി കൊടുത്തു, ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ, എന്റെ നഷ്ടം ഞാനവിടെ സഹിച്ചില്ലേ, എന്റെ കച്ചവടത്തിൽ എനിക്ക് കിട്ടേണ്ട ലാഭം ഞാനവിടെ വിട്ടുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെയ്ത ഉപകാരം പറയാതിരിക്കലിനാണ് എന്ന് പറയാം. അങ്ങോട്ടെത്തണം എന്നാ അള്ളാഹു നമ്മളോട് പറയണത്. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ഖൈറ ഉമ്മ, ഏറ്റവും നല്ല സമൂഹം എന്ന ആ ക്വാളിറ്റിയിലേക്ക് നമ്മൾ ഉയരാൻ. മാപ്പ് ചെയ്ത് കൊടുക്കണം, അതൊക്കെ എല്ലാവരും പറയും. അള്ളാഹ് അത് മാത്രമല്ല, മാപ്പ് ചെയ്തു എന്ന വിഷയം പിന്നെ പറയ ചെയ്യരുത്. അതങ്ങോട്ട് വിട്ടുകളെ. അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല, അങ്ങനെ പെരുമാറാൻ കഴിയണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ചെയ്താൻ വൽ യഅഫു വൽ യസ്ഫഹു, മാപ്പ് ചെയ്ത് കൊടുക്കി. അത് എന്നേക്കുമായി മായ്ച്ചു കളച്ചു കൊടുക്കി, മായ്ച്ചു പോകട്ടെ, അതൊരിക്കലും ഇനി പ്രതിപാദിക്കപ്പെടാതിരിക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? അല്ലാഹു നമുക്ക് മാപ്പാക്കി തരാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലേ? ഇല്ലേ? തീർച്ചയായിട്ടും അല്ലാഹുവേ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹു നമുക്കൊക്കെ മാപ്പ് തരുമാറാകട്ടെ. അങ്ങനെ വന്നാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പാക്കി കൊടുക്കി. അള്ളാഹു ആരെയും ഫളീഹത്താക്കണില്ലല്ലോ, അള്ളാഹു ആരെയും നാണം കെടുത്തുന്നില്ലല്ലോ. നമ്മളും ആരെയും നാണം കെടുത്താതിരിക്കട്ടെ. മാപ്പ് ചെയ്തു കൊടുത്തത് പിന്നെ ഏറ്റു പറയുകയും ചെയ്യാതിരിക്കട്ടെ. സ്വതക്കയുടെ വിഷയവും അങ്ങനെയാണ്. ലാ തുബ്തിലു സ്വദഖാതികും ബിൽ മന്നി വൽ അദാ, അല്ലേ? സ്വതക്ക ചെയ്തിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടാക്കിയിട്ടും അത് ഏറ്റു പറഞ്ഞിട്ടും ആ ദാനം നിങ്ങൾ നശിപ്പിക്കല്ലേ. വീടുണ്ടാക്കി കൊടുത്തു, പിന്നെ പറയാൻ അത് ഞങ്ങൾ ഉണ്ടാക്കി തന്ന വീടല്ലേ, അത് ഞങ്ങളുടെ സംഘടനയല്ലേ ചെയ്തെന്നത്, അത് ഞങ്ങളല്ലേ, ഞങ്ങളൊക്കെ അല്ലേ നീ പിരിവിട്ടത്, ഉസ്താദ് വിസിറ്റ് വന്നത് മറന്നോ? അതൊന്നും പറയല്ലേ, അതൊന്നും പറയരുത്. ഇത് സ്വതക്കയെ നശിപ്പിച്ചു. ആർക്ക് ചെയ്തു കൊടുത്ത ഉപകാരവും അത് എടുത്തു പറഞ്ഞാൽ അതുകൊണ്ട് ആ സ്വതക്കയുടെ പ്രതിഫലം നഷ്ടപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ. തുബ്തിലു, ബാത്തിലായി പോകുന്നതിനർത്ഥം. അപ്പോ കുറെ ചെയ്യൽ മാത്രല്ല, ആ ചെയ്യുന്നതിന്റെ ക്വാളിറ്റി, പ്രാധാന്യം, വളരെ പ്രാധാന്യമുള്ളതാണെന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹു. മാപ്പ് ചെയ്ത് കൊടുക്കൽ വളരെ നല്ല ഗുണമാണ്, പക്ഷെ ആ മാപ്പ് ചെയ്തെന്ന് ഏറ്റുപറഞ്ഞ് ബുദ്ധിമുട്ടാക്കല്ലേ. വൽ യസ്ഫഹു, എന്നേക്കുമായിട്ട് മറന്നുകളാ എന്ന് അല്ലാഹു പറയാം. ഇതുപോലെ സ്വതക്ക ചെയ്തിട്ട് നീ അത് എടുത്തു പറയല്ലേ, അത് ബുദ്ധിമുട്ടാക്കലാണ്, അത് പ്രയാസപ്പെടുത്തലാണ്. ഇപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്വഭാവ പ്രകൃതമുള്ള മഹാനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 4 ഖലീഫമാർ, മഹാന്മാരായ അബൂബക്കർ സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഈ മഹാന്മാർ മുഴുവനും 4 പേരും മനുഷ്യ സമൂഹത്തിലെ അതിപ്രധാനമായ 4 സ്വഭാവക്കാരെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്. അതവരുടെ ചരിത്രം മനസ്സിലാക്കി നമുക്ക് ശരിക്കും മനസ്സിലാകും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, എന്റെ വാപ്പ ബക്കാഅൻ, വല്ലാതെ കരയുന്ന ആളാണ്, പെട്ടെന്ന് കരച്ചിൽ വരും, അങ്ങനെയാണ്. എന്നാലും കാഠിന്യം വേണ്ടിടത്ത് കാഠിന്യമുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ ചില ആളുകളൊക്കെ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇനി സക്കാത്ത് തരില്ല. എന്താ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? എന്റെ ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സക്കാത്തിന്റെ ഒട്ടകം കൊടുക്കുമ്പോ ആ ഒട്ടകത്തിന്റെ കൂടെ അതിന്റെ കയറും കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കയറ് തന്നിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. പിന്നെ ഉമർ തങ്ങളൊക്കെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തില്ലേ, മാഷാ അല്ലാഹ് സിദ്ദീഖ് തങ്ങളെ, നിങ്ങളുടെ തീരുമാനം അത് ഏറ്റവും ഉചിതമായിരുന്നുവെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടു. അവിടെ വിട്ടുവീഴ്ചയില്ല. ആരാണിത്? ഏറ്റവും വലിയ അങ്ങേയറ്റം മനസ്സ് വളരെ ലോലമായ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കല്ലേ,
ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ ഞാൻ അവന്റെ തലയെടുക്കും, അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകൂല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന് താങ്ങാൻ കഴിഞ്ഞിട്ടില്ല ആ വിയോഗം, വിശ്വസിക്കാൻ പറ്റിയില്ല. നമ്മൾ പറയില്ലേ അൺബിലീവബിൾ, അങ്ങനെ സംഭവിക്കുമോ, അങ്ങനെ പറഞ്ഞു പോയി ഉമർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി ധീരമായൊരു വാക്ക് പറഞ്ഞത്, ബക്കാ കരയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നുണ്ട് എന്ന തങ്ങൾ തന്നെ ഒരു ഹദീസിൽ, സ്വഹീഹുകളിൽ വന്നിട്ടുള്ള ഹദീസ്, ഇന്നല്ലാഹ ഖയ്യറ അബ്ദഹ ബൈന ദുനിയ വൽ ആഖിറ. അല്ലാഹു തആല അല്ലാഹുവിന്റെ ഒരു ദാസന് ഒരു ചോയ്സ് കൊടുത്തു, ദുനിയാവിൽ നിൽക്കണോ ആഖിറത്തിലേക്ക് പോരണോ. ഫഖ്താറൽ ആഖിറ, ആഖിറം തിരഞ്ഞെടുത്തു ആ ദാസൻ എന്ന് നബി തങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ സ്വഹാബികളൊക്കെ വിചാരിച്ചു എന്തോ ഒരാളുടെ കഥ പറയുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്തിനാണ് ഈ കരച്ചിൽ? അത് എന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയാണ്. എന്റെ റസൂലിനോട് അല്ലാഹു ചോയ്സ് കൊടുത്തു, നബിയെ ഇവിടെ തന്നെ നിൽക്കണോ, 63 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഇവിടെ തന്നെ ഇനിയും നിൽക്കണോ, അല്ല എന്റെ അടുത്തേക്ക് പോരണോ. അങ്ങനെ നബി തങ്ങൾ ആഖിറം തിരഞ്ഞെടുത്തു. എന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിനോട് യാത്ര പറയാൻ പോവുകയാണ് എന്ന് ആദ്യം മനസ്സിലാക്കിയ മഹാനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അപ്പൊ കരഞ്ഞു. എല്ലാ വിഷയങ്ങളും അങ്ങനെയാണ്. ഇസ്ലാം ദീൻ പൂർത്തിയായി എന്ന അറഫയിലെ ആ ആയത്ത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാം ഇന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇസ്ലാം പൂർണ്ണമായി എന്ന ആ ആയത്ത് വന്നപ്പോൾ എല്ലാവരും സന്തോഷിച്ചില്ലേ? ഇത് ഇസ്ലാമിന്റെ അക്കംപ്ലിഷ്മെന്റ്, ഇസ്ലാമിന്റെ പൂർത്തിയായി എന്ന പ്രഖ്യാപനം. എത്ര കാലം നമ്മൾ കഷ്ടപ്പെട്ടു, എത്രയെല്ലാം യുദ്ധങ്ങൾ, ഇപ്പൊ പൂർത്തിയായല്ലോ, അൽഹംദുലില്ലാഹ്. എല്ലാരും സമാധാനിച്ചിരിക്കുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞില്ലേ? സിദ്ദീഖ് തങ്ങൾ കരഞ്ഞപ്പോൾ ആൾക്കാർ, എന്താ സിദ്ദീഖ് എന്നവരെ എപ്പോഴും കരച്ചിൽ തന്നെയാണോ, ഇപ്പോഴും കരയണോ? അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ, എന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം ഇസ്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാം പൂർത്തിയായാൽ എന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഫീഖുൽ അലയിലേക്ക് തിരിച്ചു പോകുമെന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം. നബി തങ്ങളോട് വിവരം പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു, നബിയെ സിദ്ദീഖ് എന്നവർ ഇങ്ങനെ പറയുന്നുണ്ട്, സ്വദഖ അബൂബക്കറിൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് സത്യമാണ്. അങ്ങനെ കരഞ്ഞ മഹാനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹബീബായ തങ്ങൾ വഫാത്തായി കിടക്കുമ്പോൾ അങ്ങോട്ട് ധീരമായിട്ട് എഴുന്നേറ്റില്ലേ, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ആരാധിച്ചിരുന്നുകൊണ്ടിരുന്നവർ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരാധിച്ചിരുന്നവർ മനസ്സിലാക്കണം, നിങ്ങളുടെ ആരാധ്യൻ വഫാത്തായി കിടക്കുകയാണ്. വമൻ കാന യഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവർ മനസ്സിലാക്കട്ടെ, ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അല്ലാഹു മരിക്കുന്നില്ല. ധൈര്യം, ഇങ്ങനെയൊക്കെ ഒരു തന്റെ ഇടം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ കാണാം. അതുകൊണ്ട് മഹാന്മാര് പറയാ, ഒരു മനുഷ്യന്റെ പ്രകൃതം എന്ന് പറഞ്ഞത് എപ്പോഴും സോഫ്റ്റ്, എപ്പോഴും ദേശം, അങ്ങനെയല്ല. അള്ളാഹിന്റെ ദീൻ എവിടെ സോഫ്റ്റ് ആകാൻ പറയുന്നുണ്ടോ അവിടെ സോഫ്റ്റ് ആകണം. അള്ളാഹുവിന്റെ ദീൻ എവിടെ ഉറക്കെ പറയാൻ അവിടെ ഉറക്കെ പറയണം. അള്ളാഹിന്റെ ദീൻ എവിടെ ധൈര്യം കാണിക്കണം എന്ന് പറഞ്ഞോ അവിടെ ധൈര്യം കാണിക്കണം. ഇതാണ് ഒരു ഇസ്ലാമിന്റെ അഖ്ലാഖ്, ഇതാണ് ഇസ്ലാമിന്റെ സ്വഭാവം. അത് കാണിച്ച മഹാനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല പറയാ സിദ്ദീഖ് തങ്ങളോട്, സിദ്ദീഖ് എന്നവരെ നിങ്ങൾ തിരുത്തി നിങ്ങളുടെ തീരുമാനം, അത് വേണ്ട, നിങ്ങളോട് ഇങ്ങോട്ട് ദുൽമല്ലേ ചെയ്തത് മിസ്തഹ് എന്നവർ, നിങ്ങൾ അങ്ങോട്ട് മാപ്പ് ചെയ്തു കൊടുക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കുക മുഅ്മിനീങ്ങളെ, നമ്മൾ അങ്ങോട്ട് മാപ്പ് ചെയ്തു കൊടുക്കുക. ഒരു സ്വഹാബി വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങ് പറഞ്ഞു തരിൻ, എനിക്കൊരു പറ്റം ബന്ധുക്കൾ, അയൽപക്കക്കാരായ ബന്ധുക്കൾ, ഉഹ്സിനു ഇലൈഹിം വയുസീഊന ഇലൈഹി, ഞാൻ അവർക്ക് നല്ല നല്ല ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നബിയേ, അവരെന്നിലേക്ക് എന്നും പ്രശ്നങ്ങളെ ഉണ്ടാക്കൂ, എന്നും അവർ എന്നോട് മോശമായിട്ടേ പെരുമാറും. എന്തെങ്കിലും അയൽപക്കക്കാരെ വല്ല പ്രയാസങ്ങൾ, വല്ല തേങ്ങ മാങ്ങ എന്തെങ്കിലും വീണുപോയി അതങ്ങോട്ട് എടുത്ത് അവർ ഏൽപ്പിച്ചു കൊടുത്തു. ഇവരത് വല്ലതും പോയാൽ അതവരെടുക്കും, പുറമെ അവിടുത്തെ ചമ്മൽ ഇങ്ങോട്ട് ഇട്ടു കൊടുക്കും ചെയ്യും. ഇങ്ങനത്തെ ഞാൻ അവരെ പറ്റി നല്ലതേ പറയുള്ളൂ നബിയെ, പക്ഷെ ഞങ്ങളോ എന്റെ കുടുംബത്തെ പറ്റി മോശം മാത്രമേ ഇവര് പറയുള്ളൂ. നബിയെ, ഞങ്ങൾ അവരോട് നല്ല വാക്കുകളെ പറയാറുള്ളൂ, അവര് ഞങ്ങളോട് മോശമേ പെരുമാറാറുള്ളൂ. നബിയെ, ഞങ്ങൾ അങ്ങോട്ട് ഇതേപോലെ പെരുമാറിയാൽ മതിയോ? ഇതാണ് ചോദ്യം.
നിങ്ങൾ പറഞ്ഞു വേണ്ട. നിങ്ങൾ പറഞ്ഞ പോലെയാണ് വിഷയമെങ്കിൽ നിങ്ങൾ അവരെ വെണ്ണീർ തീറ്റിക്കുന്നതിന്റെ തുല്യമാണല്ലോ അത്. നിങ്ങൾ ഇങ്ങോട്ട് ഉപദ്രവം ചെയ്യുന്ന ആളുകൾക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങളെ സഹായിക്കാൻ ഇറങ്ങി വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ വരുമ്പോ കുറെ പ്രശ്നങ്ങൾ തീരും. എന്നോട് ഇങ്ങോട്ട് ചെയ്തോണ്ട് ഞാൻ പിന്നെ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. അങ്ങനെ വേണ്ടാന്ന്. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്നെ കല്യാണത്തിന് വിളിച്ചിട്ടില്ലല്ലോ, ഞാൻ വിളിക്കൂല. അല്ല, ഞാൻ അവരെ ആദ്യം വിളിക്കും. അങ്ങനെ എനിക്കൊന്നും, എന്റെ മക്കളോടൊന്നും എനിക്കൊന്നും കൊണ്ടുവരാറില്ലല്ലോ, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് പരാതി. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു. പടച്ചോനെ, അവരൊക്കെ ഗൾഫിലേക്ക് എത്ര കാലമായി പോകാൻ തുടങ്ങി. എന്റെ കുട്ടികൾക്ക് ഒരു ബ്രഷോ ഒരു പേസ്റ്റോ ഒരു മിഠായി ഒരു ചോക്ലേറ്റോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇക്കാലം അത്രയും. ഞാൻ പോകുമ്പോ അവർക്ക് ഞാനൊന്നും വാങ്ങണില്ല, കിടക്കട്ടെ. അവര് മനസ്സിലാക്കി അല്ല, അവർക്ക് വാങ്ങിയിട്ട് ആദ്യം കൊണ്ടുപോയി കൊടുക്കി. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇങ്ങോട്ട് ബുദ്ധിമുട്ടാ ചെയ്യുക, അങ്ങോട്ട് നന്മ. ഇത് പറയാനല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു പറഞ്ഞയക്കുന്നത്. സൽസ്വഭാവം എന്താണെന്ന് അതിന്റെ ഏറ്റവും മകുടമായ ഉദാഹരണം പഠിപ്പിച്ചു തരാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. സൽസ്വഭാവം പഠിപ്പിക്കാനല്ല, മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവത്തിന്റെ ഏറ്റവും ഉന്നതമായ വശങ്ങൾ ഇതിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അതാണ് നമ്മൾ ഈ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വിട്ടുവീഴ്ച എന്തിന്? ഈ ആയത്തിറങ്ങിയപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ, എനിക്ക് അല്ലാഹു പുറത്തു തരണമെന്ന് ഞാൻ കൊതിക്കുന്നു. അല്ലാഹു ചോദിച്ചു, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അല ബല, ഞാൻ ആഗ്രഹിക്കുന്നു. ഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ, അല്ലാഹു എനിക്ക് പുറത്തു തരണം, അല്ലാഹു എനിക്ക് മാപ്പാക്കി തരണം. ഞാൻ മിസ്തഹന്നവർക്ക് മാപ്പ് ചെയ്തു കൊടുത്തു. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. മാപ്പ് ചെയ്തു കൊടുക്കുക, അങ്ങേയറ്റം മാപ്പ് ചെയ്തു കൊടുക്കുക. അങ്ങനെ വേണ്ടതുണ്ടായിരുന്നു. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നുവല്ലോ, وَإِنْ عَاقَبْتُمْ فَعَاقِبُوا بِمِثْلِ مَا عُوقِبْتُمْ بِهِ وَلَئِنْ صَبَرْتُمْ لَهُوَ خَيْرٌ لِلصَّابِرِينَ. وَإِنْ عَاقَبْتُمْ, നിങ്ങൾ ശിക്ഷിക്കുകയാണെങ്കിൽ ഫഅഖിബു ബിമിസ്ലി മാ ഉഖിബ്തും ബിഹി, നിങ്ങൾക്ക് എന്ത് വേദനയാണോ നിങ്ങൾക്കുണ്ടായത് അതിന്റെ തത്തുല്യമായ ഒരു പ്രതികാരം നിങ്ങൾക്ക് എടുക്കാം. അത് ശത്രുക്കളുമായിട്ടുള്ള ഒരു ഡീലിങ്സ് പഠിപ്പിച്ചതാണ്. നിങ്ങൾ ശിക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളെ ഇങ്ങോട്ട് എങ്ങനെയാണോ ശിക്ഷിച്ചത് അതിന് തത്തുല്യമായത്, അവിടെ അണ്ടർലൈൻ ചെയ്യണം, ബിമിസ്ലി മാ ഉഖിബ്തും ബിഹി. വലഇൻ സബർതും, ക്ഷമിക്കണമെങ്കിൽ ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമം അത് തന്നെയാണ്. ഒരാൾ ഇങ്ങോട്ട് അടിച്ചു, ആ അടിയുടെ അതേ വേദന, അതേ സ്ഥലം, അതേ ഇമോഷൻ അങ്ങനെ തിരിച്ചടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ശിക്ഷിച്ചോളൂ. ഇവിടെ മുഫസ്സിരീങ്ങൾ പറയാൻ അത് കഴിയോ? എന്തായാലും ഏറ്റക്കുറച്ചിൽ വരൂലേ, എന്തായാലും അതുകൊണ്ടല്ല പറഞ്ഞു വലഇൻ സബർതും, എന്നാ പിന്നെ അതിൽ നിൽക്കണ്ട, ക്ഷമിച്ചോളി. ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് അതാണ് ഏറ്റവും നല്ലത്. ശിക്ഷിക്കാം, പ്രതികാരം ചെയ്യാം, അതിൽ നീതിയാണത്. ഇങ്ങോട്ട് ചെയ്തു, അതിന് തത്തുല്യമായ ശിക്ഷ അങ്ങോട്ട്. എങ്ങനെ? ബിമിസ്ലി, ഒരു ഇഞ്ച് പോലും ഏറാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റും, അത് ജായിസ്. പക്ഷേ ക്ഷമിക്ക്, മാപ്പ് ചെയ്തു കൊടുക്കി. ശത്രുക്കളോടുള്ള പെരുമാറ്റ രീതി അള്ളാഹു പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോലും ഇങ്ങനെയാണ് ഖുർആനിന്റെ പ്രയോഗം. മുഅ്മിനീങ്ങൾക്ക് അങ്ങനെയല്ല, മുഅ്മിനീങ്ങളോട് അങ്ങോട്ട് പ്രതികരിക്കും, ഇതല്ല.